ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനു PSലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 സെപ്റ്റംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ശാരദാ മുരളീധരനാണ് കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ചെന്നൈയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗം സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ്? മിഷൻ റൂമി 2024. ചെന്നൈയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗം സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് മിഷൻ റൂമി 2024. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റതാരാണ്? ശാരദാ മുരളീധരൻ. അതുപോലെ ചെന്നൈയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗം സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് മിഷൻ റൂമി 2024. നെക്സ്റ്റ്, യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് ആരാണ്? റയൽ മാഡ്രിഡാണ് യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം നേടിയത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അതായത് ICCയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജയ്ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജയ്ഷാ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? സജന സജീവൻ, ആശാ ശോഭന. ഓർത്തുവയ്ക്കുക. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികളാണ് സജന സജീവൻ, അതുപോലെ ആശാ ശോഭന. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് ആരംഭിച്ചത് എവിടെയാണ്? പാരീസിലാണ്. ഓർത്തുവയ്ക്കുക. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് ആരംഭിച്ചത് പാരീസിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ നെതർലാൻഡ് താരം ആരാണ്? കരോളിൻ ഗ്രൂട്ടിനാണ് പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ നെതർലാൻഡ് താരം. സൈക്ലിംഗ് ടൈം ട്രയലിലാണ് കരോളിൻ ഗ്രൂട്ടിന് ആദ്യത്തെ സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ നെതർലാൻഡ് താരമാണ് കരോളിൻ ഗ്രൂട്ടിൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? ചൈനയാണ് കേട്ടോ. ഓർത്തുവയ്ക്കുക. പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയത് ചൈനയാണ്. ആകെ 220 മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഓർത്തുവയ്ക്കുക. 94 സ്വർണം, അതുപോലെ 76 വെള്ളി, 50 വെങ്കലം ഉൾപ്പെടെ 220 മെഡലുകൾ ആണ് ചൈനയ്ക്ക് ലഭിച്ചത്. പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയത് ചൈന. 94 സ്വർണം, 76 വെള്ളി, 50 വെങ്കലം ഉൾപ്പെടെ 220 മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചത്. നെക്സ്റ്റ്, പാരാലിമ്പിക്സിൽ 2ാം സ്ഥാനം നേടിയത് ബ്രിട്ടനാണ് പാരാലിമ്പിക്സിൽ 2ാം സ്ഥാനം നേടിയത്. ആകെ 124 മെഡലുകളാണ് ബ്രിട്ടന് ലഭിച്ചിട്ടുള്ളത്. അതിൽ 49 സ്വർണവും 44 വെള്ളിയും 31 വെങ്കലവുമാണ്. പാരാലിമ്പിക്സിൽ 2ാം സ്ഥാനം നേടിയത് ബ്രിട്ടൻ. 49 സ്വർണം, 44 വെള്ളി, 31 വെങ്കലം ഉൾപ്പെടെ 124 മെഡലുകളാണ് ബ്രിട്ടന് ലഭിച്ചത്. ഇനി മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18. ഓർത്തുവയ്ക്കുക. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 18. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഓർത്തുവയ്ക്കുക. പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയത് ചൈന, 220 മെഡലുകൾ. അതുപോലെ പാരാലിമ്പിക്സിൽ 2ാം സ്ഥാനം നേടിയത് ബ്രിട്ടൻ, 124 മെഡലുകൾ. ഇനി മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 18. ആകെ ലഭിച്ച മെഡലുകളുടെ എണ്ണം 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. നെക്സ്റ്റ്, ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക പരിശീലന പരിപാടി മിത്രശക്തി. ഓർത്തുവയ്ക്കുക. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. നെക്സ്റ്റ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ഗോവിന്ദ് മോഹൻ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ഗോവിന്ദ് മോഹൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഭരണഘടനാ കോടതി പുറത്താക്കിയ തായ്ലൻഡ് പ്രധാനമന്ത്രി ആരാണ്? ശ്രേത്ത തവിസിനെയാണ് തായ്ലൻഡിൻ്റെ ഭരണഘടനാ കോടതി അടുത്തിടെ പുറത്താക്കിയത്. അതേ തുടർന്ന്
പുതിയ തായ്ലാൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? പെയ്തോങ് താൻ ഷിനാവത്ര. ഓർത്തുവെക്കുക, ഭരണഘടനാ കോടതി പുറത്താക്കിയ തായ്ലാൻഡ് പ്രധാനമന്ത്രിയാണ് ശ്രേത്ത തവിസ്. അതേ തുടർന്ന് പുതിയ തായ്ലാൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് പെയ്തോങ് താൻ ഷിനാവത്രയാണ്. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് ഏതാണ്? ഡെയ്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പാണ് ഡെയ്ല. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഓർത്തുവെക്കുക, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. നെക്സ്റ്റ്, കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? CD രവീന്ദ്രൻ. ഇടുക്കി ജില്ലയിലെ രാജാക്കണ്ടം സ്വദേശിയാണ് CD രവീന്ദ്രൻ. ഓർത്തുവെക്കുക, കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കണ്ടം സ്വദേശിയായ CD രവീന്ദ്രൻ. നെക്സ്റ്റ്, കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കേരകേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലപ്പുറം ജില്ലയിലെ താന്നാളൂർ സ്വദേശിനിയായ PT സുഷമയ്ക്കാണ്. ഓർത്തുവെക്കുക, കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കേരകേസരി പുരസ്കാരം ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ താന്നാളൂർ സ്വദേശിനിയായ PT സുഷമയ്ക്കാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ഗായികയായ KS ചിത്രയും അതുപോലെ സംഗീത സംവിധായകനായ ഉത്തം സിംഗുമാണ്. ഓർത്തുവെക്കുക, 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹരായത് ഗായികയായ KS ചിത്രയും അതുപോലെ സംഗീത സംവിധായകനായ ഉത്തം സിംഗും. നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ്, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായത്. നെക്സ്റ്റ്, SBIയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? DS സിട്ടി. SBIയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് DS സിട്ടി. നെക്സ്റ്റ്, പുതിയ ED ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? രാഹുൽ നവീൻ. ഓർത്തുവെക്കുക, പുതിയ ED ഡയറക്ടറായി ചുമതലയേറ്റത് രാഹുൽ നവീൻ. നെക്സ്റ്റ്, മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? നരേന്ദ്രമോദിയാണ്. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ എന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ഏത് ഗ്രാമമാണ്? മദാപ്പർ ഗ്രാമമാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമമാണ് ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയത്. ഓർത്തുവെക്കുക, ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗ്രാമം ഏതാണ്? മദാപ്പർ ഗ്രാമമാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് മദാപ്പർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. പേര് മരിയ ബ്രെന്യാസ്. ഓർത്തുവെക്കുക, അന്തരിക്കുമ്പോൾ 117 വയസ്സായിരുന്നു മരിയ ബ്രെന്യാസിന്. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. പേര് മരിയ ബ്രെന്യാസ്. അന്തരിക്കുമ്പോൾ 117 വയസ്സായിരുന്നു. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ലഭിച്ച ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ലഭിച്ച ഹോക്കി താരമാണ് PR ശ്രീജേഷ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച 2020 ക്രിക്കറ്റിലെ മുൻ ലോക 1-ാം റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്റർ ആരാണ്? ഡേവിഡ് മലാൻ. ഓർത്തുവെക്കുക, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച 2020 ക്രിക്കറ്റിലെ മുൻ ലോക 1-ാം റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്ററാണ് ഡേവിഡ് മലാൻ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾറൗണ്ടർ ആരാണ്? മോയിൻ അലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾറൗണ്ടറാണ് മോയിൻ അലി. നെക്സ്റ്റ്, ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ആരാണ്? സിറിയയാണ്. ഓർത്തുവെക്കുക, ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് സിറിയയാണ്. അതുപോലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ്. ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അതുപോലെ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് സിറിയ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച യുറുഗ്വായ് സൂപ്പർ താരം
ലൂയി സുവാരസ്. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച യുറുഗ്വായ് സൂപ്പർ താരമാണ് ലൂയി സുവാരസ്. നെക്സ്റ്റ്, ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട മലയാളി താരം ആരാണ്? നിത അഞ്ചും ചേലാട്ട്. നിത അഞ്ചും ചേലാട്ട് മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിനിയാണ്. ഓർത്തുവയ്ക്കുക, ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട മലയാളി താരമാണ് നിത അഞ്ചും ചേലാട്ട്, മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിനിയാണ്. നെക്സ്റ്റ്, US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? അരിയാന സവലിങ്ക. അരിയാന സവലിങ്കയാണ് US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത്. നെക്സ്റ്റ്, US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ. US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് അരിയാന സവലിങ്കയും അതുപോലെ US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നറുമാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡൻ്റായി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡൻ്റായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. നെക്സ്റ്റ്, പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ K രാജലക്ഷ്മി മേനോൻ. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ഡോക്ടർ K രാജലക്ഷ്മി മേനോൻ. നെക്സ്റ്റ്, ക്രൊയേഷ്യയിൽ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റത് ആരാണ്? അരുൺ ഗോയൽ. ക്രൊയേഷ്യയിൽ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റത് അരുൺ ഗോയൽ. നെക്സ്റ്റ്, ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രൺധീർ സിംഗ്. ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് രൺധീർ സിംഗ്. നെക്സ്റ്റ്, 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചലച്ചിത്ര നടനായ മോഹൻലാലിനാണ്. ഓർത്തുവയ്ക്കുക, 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. നെക്സ്റ്റ്, ഈ വർഷത്തെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? ഗൗതം അദാനി. അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഗൗതം അദാനിയാണ് ഈ വർഷത്തെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ആകെ ആസ്തി 13.6 ലക്ഷം കോടി രൂപയാണ്. ഓർത്തുവയ്ക്കുക, ഈ വർഷത്തെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഗൗതം അദാനിയാണ്. 11.6 ലക്ഷം കോടി രൂപയാണ് ആകെ ആസ്തി. നെക്സ്റ്റ്, ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? അതിഷി മാർലേന സിംഗ്. അതിഷി മാർലേന സിംഗ് ആണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. നെക്സ്റ്റ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് നിതിൻ മധുകർ. ഓർത്തുവയ്ക്കുക, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് നിതിൻ മധുകർ. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മലപ്പുറമാണ്. ഓർത്തുവയ്ക്കുക, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അതുപോലെ മികച്ച നഗരസഭ കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 2 ഉണ്ട്, കല്യാശ്ശേരിയും അതുപോലെ വൈക്കവും. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതൊക്കെയാണ്? കല്യാശ്ശേരി, വൈക്കം. നെക്സ്റ്റ്, മികച്ച പഞ്ചായത്ത് പീലിക്കോടും കതിരൂരുമാണ്. ഓർത്തുവയ്ക്കുക, മികച്ച പഞ്ചായത്ത് പീലിക്കോട്, കതിരൂർ. സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരിയും വൈക്കവും, അതുപോലെ മികച്ച പഞ്ചായത്ത് പീലിക്കോട്, കതിരൂർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ദേശീയ തലത്തിൽ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2-ാം തവണയും 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓർത്തുവയ്ക്കുക, ദേശീയ തലത്തിൽ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. 2-ാം തവണയാണ് കേരളത്തിന് ഈ ഒരു നേട്ടം കൈവരിക്കാനാകുന്നത്. നെക്സ്റ്റ്, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി ഏതാണ്? സഖി ഡോർമിറ്ററികൾ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമിറ്ററികൾ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവാ പുരസ്കാരങ്ങൾക്ക് അർഹരായത് ആരൊക്കെയാണ്? സംഗീതജ്ഞനായ വിദ്യാധരൻ മാസ്റ്ററും അതുപോലെ കൂടിയാട്ടം കലാകാരനായ വേണുജിയും. ഓർത്തുവയ്ക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവാ പുരസ്കാരങ്ങൾക്ക് അർഹരായത്
സംഗീതജ്ഞനായ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ടം കലാകാരനായ വേണുജിയും. നെക്സ്റ്റ്, അടുത്തിടെ ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ച ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകൻ ആരാണ്? ഡോക്ടർ സജികുമാർ ശ്രീധരൻ. ഓർത്തുവയ്ക്കുക, അടുത്തിടെ ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ച ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകനാണ് ഡോക്ടർ സജികുമാർ ശ്രീധരൻ. നെക്സ്റ്റ്, ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളി വനിത ആരാണ്? നമിത നായർ. ഓർത്തുവയ്ക്കുക, ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളി വനിതയാണ് നമിത നായർ. നെക്സ്റ്റ്, ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഏതാണ്? വീനസ് ഓർബിറ്റർ മിഷനാണ് ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യം. നെക്സ്റ്റ്, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ പദ്ധതി ചന്ദ്രയാൻ 4 മിഷൻ. ഓർത്തുവയ്ക്കുക, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ പദ്ധതി ഏതാണ്? ചന്ദ്രയാൻ 4 മിഷൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ സാധാരണക്കാരായ വ്യക്തികൾ ആരൊക്കെയാണ്? ജാരദ് ഐസക്മാൻ, അതുപോലെ സാറ ഗില്ലീസ്. ഓർത്തുവയ്ക്കുക, ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ സാധാരണക്കാരായ വ്യക്തികൾ ആരൊക്കെയാണ്? ജാരദ് ഐസക്മാനും സാറ ഗില്ലീസും. നെക്സ്റ്റ്, ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ജേതാക്കളായത് ആരൊക്കെയാണ്? ഇന്ത്യ. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ജേതാക്കളായത് ഇന്ത്യ. നെക്സ്റ്റ്, എല്ലാ തലത്തിലുമുള്ള കോടതികളിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. ഓർത്തുവയ്ക്കുക, എല്ലാ തലത്തിലുമുള്ള കോടതികളിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമാണ് മെക്സിക്കോ. നെക്സ്റ്റ്, ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹരിണി അമരസൂര്യ. അതുപോലെ ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അനുരകുമാരെ ദിസനായകെ. ഓർത്തുവയ്ക്കുക, ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹരിണി അമരസൂര്യ. അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അനുരകുമാര ദിസനായകെ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വ്യോമസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ് വ്യോമസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത്. നെക്സ്റ്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് എന്താണ്? വിജയപുരം. ഓർത്തുവയ്ക്കുക, ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ ഇനി മുതൽ അറിയപ്പെടുന്ന പേരാണ് വിജയപുരം. നെക്സ്റ്റ്, രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? NPS വാത്സല്യ. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് NPS വാത്സല്യ. നെക്സ്റ്റ്, 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയത് ആരാണ്? പ്രൊഫസർ കാന M സുരേഷൻ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ വ്യക്തിയാണ് പ്രൊഫസർ കാന M സുരേഷൻ. നെക്സ്റ്റ്, തപസ്യ കലാ സാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MGS നാരായണൻ. തപസ്യ കലാ സാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് MGS നാരായണൻ. നെക്സ്റ്റ്, മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഇത്തവണത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് അർഹനായത്
ആരാണ്? പ്രൊഫസർ വി മധുസൂദനൻ നായർ. ഓർത്തുവയ്ക്കുക, മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഇത്തവണത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ വി മധുസൂദനൻ നായർ. നെക്സ്റ്റ്, തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈஞർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് പി സുശീല. തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈஞർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ഗായികയായ പി സുശീല. നെക്സ്റ്റ്, ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയത് ഇന്ത്യയാണ്. ഓർത്തുവയ്ക്കുക, ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയത് ഇന്ത്യ. നെക്സ്റ്റ്, ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവ് ആരാണ്? മലാല യൂസുഫ്സായ്. ദ ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവാണ് മലാല യൂസുഫ്സായ്. ആരാണ് മലാല യൂസുഫ്സായ്? 2014 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാര ജേതാവാണ് മലാല യൂസുഫ്സായ്. ഓർത്തുവയ്ക്കുക, ദ ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധാനം ആരാണ്? സൂ കിം എന്ന കൊറിയൻ അമേരിക്കൻ സംവിധായികയാണ്. ഓർത്തുവയ്ക്കുക, ദ ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവാണ് മലാല യൂസുഫ്സായ്, സംവിധായിക സൂ കിം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് എവിടെയാണ്? ബേപ്പൂർ. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സദ്ഭാവന. യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭാവന. നെക്സ്റ്റ്, കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പി ഹണ്ട്. കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. നെക്സ്റ്റ്, ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഓർത്തുവയ്ക്കുക, ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, MT വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം ഏതാണ്? തുടർച്ച. MT വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകമാണ് തുടർച്ച. ഈ ഒരു നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? സൂര്യ കൃഷ്ണമൂർത്തി. ഓർത്തുവയ്ക്കുക, MT വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകമാണ് തുടർച്ച. സംവിധായകൻ സൂര്യ കൃഷ്ണമൂർത്തി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏതു നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്? ചെന്നൈ. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വരുന്നത്? ആൻസർ ചെന്നൈ. നെക്സ്റ്റ്, ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് ഏതാണ്? സ്ലിപ്പ് കെ ആപ്പ്. ഓർത്തുവയ്ക്കുക, ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പാണ് സ്ലിപ്പ് കെ. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് ഏതാണ്? ജൻ പോഷൻ കേന്ദ്രം. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരാണ് ജൻ പോഷൻ കേന്ദ്രം. നെക്സ്റ്റ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ്, 2024 ഓഗസ്റ്റിൽ കോളറയെ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഏതാണ്? ഹിൽകോൾ.
2024 ഓഗസ്റ്റിൽ കോളറയെ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിനാണ് ഹിൽകോൾ. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നെക്സ്റ്റ്, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏതാണ്? ഷീബോക്സ്. ജോലിസ്ഥലത്തെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഷീബോക്സ്. നെക്സ്റ്റ്, 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് KN ഹരിലാൽ.